ഇത് തേക്കലയാണ്. ഈ തേക്കല കൊണ്ട് വളരെ പ്രയോജനപ്പെട്ട ഒരു എണ്ണയാണ് ഞാൻ ഇന്ന് കാച്ചാൻ പോകുന്നത്. തേക്കലയുടെ കുരുങ്ങ് വെച്ച് വെളിച്ചെണ്ണയും മാത്രമേ ഇതിന് ഉപയോഗിക്കാറുള്ളൂ. ഇത് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അലർജിയുടെ ചൊറിച്ചിൽ അല്ലാതുള്ള ശരീരം മൊത്തം ചൊറിഞ്ഞ് തടിക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ എണ്ണ ശകലം കയ്യിൽ തേച്ച് ദേഹത്ത് തേച്ചാൽ ആ ചൊറിച്ചിൽ മാറും. അതിന് പിന്നെ നിങ്ങൾ ഈ എണ്ണ കാച്ചി തേച്ച് നോക്കണം. ഏറ്റവും നല്ലതാണ്, യാതൊരു സൈഡ് എഫക്റ്റുമില്ല. ഇത് തേച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ 100% മാറും. ഇത് എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര വൈദ്യന്മാരായിരുന്നു പഴയ, അവരുടെ ആയുർവേദ ചികിത്സയാണിത്. അതിൽ നിന്നാണ് ഞാനിത് എടുക്കുന്നത്. നിങ്ങൾക്ക് 100% പ്രയോജനപ്പെടും. ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഈ കുരുന്ന് തേക്കലയാണ് ഇതിനെടുക്കേണ്ടത്. അത് കാണിച്ചു തരാൻ വേണ്ടി വേറെ ഒരു മരുന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അത് ഞാൻ അരച്ച് കലക്കിയ നീരാണ് കുറുകുറാന്നുള്ള നീരാണ്. ഇതങ്ങോട്ട് ചൂടാകുമ്പോൾ ഈ എണ്ണ ഈ തേക്കലയുടെ നീരാദ്യം ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ അത്രയും വേണ്ട ഒരു സാധാ ഒരു 2 ഗ്ലാസ് എണ്ണ, 1 ഗ്ലാസ് തേക്കലയുടെ നീരിന് ഒരു 2 ഗ്ലാസ് എണ്ണ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ കാച്ചി വെറ്റിക്കുക. കാച്ചാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എണ്ണ കാച്ചാൻ തുടങ്ങി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണ ഒന്ന് നല്ലൊരു മണം വരും. ഇത് മൂക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ശകലമേ കാച്ചി ഞങ്ങളുടെ വീട്ടിൽ ഇതെപ്പോഴും സ്റ്റോക്കാണ്. അലർജിയുടെ എന്തെങ്കിലും ചൊറിച്ചിൽ ദേഹത്ത് എന്തൊരു കൊതു കടിച്ചാൽ പോലും ഈ ഒരു ശകല എണ്ണ എന്ന് തൂത്താൽ നല്ല ചൊറിച്ചിൽ മാറിക്കിട്ടും. ഇതിൻ്റെ കട്ടിയുള്ള ഇല എടുക്കരുത്, കുരുന്നല്ല. ഇതങ്ങ് നല്ലതുപോലെ അങ്ങ് ചുമക്കുന്നു. ഇപ്പം തന്നെ നല്ല മണം വന്നു. കർപ്പൂരം ഒന്നും ഇടണ്ട, യാതൊരു മരുന്നും വേറെ ചേർക്കണ്ട. ഇത് മാത്രം മതി. ഇപ്പം നമ്മുടെ എണ്ണ നല്ലതായിട്ട് തിളച്ച് നല്ല പരുവായിട്ട് വരുന്നുണ്ട്. നല്ലതുപോലെ അങ്ങ് തിളയ്ക്കണം. എന്നിട്ട് ഈ കക്കൻ എല്ലാം ഒരുവിധം മൂത്ത് നല്ല പരുവമാകുന്ന സമയമാകുമ്പോൾ ഇത് കുറേശ്ശെ ഒഴിച്ച് അരിച്ചെടുക്കണം. അതിനുശേഷം ഇതൊരു പാത്രത്തിലൊഴിച്ച് കുറേശ്ശെ എടുത്ത് ചൊറിച്ചുള്ള ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ കൊതു കടിച്ചതിൻ്റെ ആണെങ്കിലും എല്ലാം തേക്കണം. എൻ്റെ മോള് ഏത് നേരം അവൾക്ക് ചൊറിച്ചിലാണ്. കൊതു കടിച്ചാൽ എന്തെങ്കിലും വന്നാൽ ഓടിയോളം എൻ്റെ അടുത്ത് വരും ഈ എണ്ണ തേച്ച് തരാൻ. അത് തേച്ച് കഴിഞ്ഞാൽ മാറും. ഇത് 100% ഈ എണ്ണ പ്രയോജനപ്പെടും. നിങ്ങൾ ഈ എണ്ണ ഉണ്ടാക്കി നോക്കുക. ഈ എണ്ണ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ കുപ്പിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.